Hi dears, welcome back to Silent Learning. It's me, Rohit. മകളെ, ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻസ് എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷനും എന്താണ് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനും അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കാണ്, ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്താണ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താണ്, ആൻഡ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ അതോ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. തുടങ്ങിയാലോ? നോക്കുക, എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻസ്. രണ്ട് ക്വാണ്ടിറ്റീസ് എടുക്കുക. രണ്ട് ക്വാണ്ടിറ്റീസ് ഫോർ എക്സാമ്പിൾ ഒന്ന് എക്സും ഒന്ന് വൈ എന്ന് വിചാരിക്കാം. ഈ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്ത് വേണേ ആവാം. ടൈം ആവാം, നമ്പർ ഓഫ് ഡേയ്സ് ആവാം, നമ്പർ ഓഫ് പീപ്പിൾ ആവാം, നമ്പർ ഓഫ് ഫുഡ് ആവാം, വെയിറ്റ് ഓഫ് ഫുഡ് ആവാം, പിന്നെ നമ്മൾ വാങ്ങിയ ആപ്പിളിന്റെ എണ്ണ ആവാം, നമ്മൾ വാങ്ങിയ മുന്തിരിന്റെ എണ്ണ ആവാം, നമ്മൾ ലവറിന് കൊടുക്കാൻ വാങ്ങിയ ഡയറി മിൽക്ക് സിൽക്കിന്റെ എണ്ണ ആവാം, നമ്മൾ എത്ര പെൺപിള്ളേരെ വൈകി നടന്നതാവാം. അപ്പൊ ഈ എക്സും വൈയും ക്വാണ്ടിറ്റീസ് ആണ്. ഇത് എന്ത് വേണേ ആവാം. എനിത്തിങ് എക്സും വൈയും എന്ത് വേണേ ആവാം. ഓക്കെ, ഈ രണ്ട് ക്വാണ്ടിറ്റീസിൽ എക്സ് കൂടുമ്പോൾ വൈയും കൂടുകയാണ്. എക്സ് കൂടുമ്പോൾ വൈ കൂടുന്നു. ഇനി അതല്ലെങ്കിൽ എക്സ് കുറയുമ്പോൾ വൈ കുറയുന്നു. എക്സ് കൂടുമ്പോൾ വൈ കൂടുന്നു, അല്ലെങ്കിൽ എക്സ് കുറയുമ്പോൾ വൈ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ അതായത് എക്സും വൈ ഒരേപോലെയാണ് പോകുന്നതെങ്കിൽ, രണ്ടും ഒന്നുകിൽ ഒരുമിച്ച് കൂടുന്നു, ഒന്നുകിൽ ഒരുമിച്ച് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ, ഇനി നേരെ തിരിച്ച് എക്സ് കൂടുമ്പം വൈ കുറയാണ്, അല്ലെങ്കിൽ എക്സ് കുറയുമ്പം വൈ കൂടുകയാണ്, അഥവാ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷൻ, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ക്ലിയർ ആണല്ലോ? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നുകിൽ കൂടുകയും അല്ലെങ്കിൽ രണ്ടും കുറയായിരിക്കും. രണ്ടും ഒരേപോലെയാ പോവാ. എന്നാൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടെ ഒന്ന് കുറയായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ സാധനം. പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഇതൊരു ക്വസ്റ്റ്യൻ, അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണ് റിലേഷൻഷിപ്പ്, ഏതാണ് ഡയറക്റ്റ് ആണോ അതോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണോ എന്നാണ് നോക്കേണ്ടത്. ആൻഡ് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എക്സും വൈയും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. എക്സും വൈയും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ, ഇങ്ങനെയാണ് എഴുതുക. അതിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ സിമ്പിൾ അത് തന്നെ എഴുതുക. പക്ഷേ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമ്മൾ എക്സ് പ്രൊപ്പോർഷണൽ ടു 1/y എന്ന് എഴുതുക. ഓക്കെ, എക്സും വൈയും പ്രൊപ്പോർഷണൽ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ എന്ന് എഴുതും. എന്നാൽ എക്സും വൈയും ഇൻവേഴ്സ്ലി ആണ് പ്രൊപ്പോർഷൻ എങ്കിൽ നമ്മൾ എക്സ് പ്രൊപ്പോർഷണൽ ടു 1/y എന്ന് എഴുതാം. 1/y. ഓക്കെ, ഇത് വായിക്കുക, പ്രൊപ്പോർഷണൽ ടു. എക്സും വൈയും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് ആപ്പിൾസും ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾസും. ആപ്പിളിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച്, ഞാൻ വാങ്ങുന്ന ആപ്പിളിന്റെ ക്വാണ്ടിറ്റി അളവ് കൂടുന്നതനുസരിച്ച് എനിക്ക് കോസ്റ്റ് എത്രയാവും കൂടും. ഞാൻ 1 കിലോ വാങ്ങിയാൽ 100 രൂപയാണെങ്കിൽ 2 കിലോ വാങ്ങിയാൽ 200 രൂപയാവും അല്ലെ. അപ്പം ഞാൻ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് എന്താവും? കോസ്റ്റും കൂടും. അപ്പൊ എന്താ, രണ്ടും കൂടുതലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റവും കൂടുന്നു. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. സെക്കൻഡ് വൺ നോക്കുക, ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ ടാസ്ക് ഡിപെൻഡ് ഓൺ നമ്പർ ഓഫ് വർക്കേഴ്സ് അസൈൻഡ് ടു ഇറ്റ്. എനിക്കൊരു വീടിന്റെ പണി ഞാനിപ്പം ഇന്ന് വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാണ്. എന്റെ കല്യാണം 2 മാസം കഴിഞ്ഞിട്ട് എന്റെ വീടിന്റെ പണിയാണ്. 2 മാസം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്റെ കല്യാണമാണ്. എനിക്ക് 6 മാസത്തിനുള്ളിൽ എന്റെ വീടിന്റെ പണി കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യുക? നോർമലി ഒരു 10 ആൾക്കാരാണ് പണിക്ക് വരുന്നത് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? 20 ആൾക്കാരെ പണിക്ക് വിളിക്കും. ആൾക്കാരൊക്കെ എണ്ണം കൂട്ടും. അപ്പൊ ആൾക്കാർ എണ്ണം കൂട്ടുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ വർക്ക് ഡിക്രീസ് അല്ലെ. നമ്പർ ഓഫ് ഡേയ്സ് കുറയും, ടൈം കുറയും. നമ്പർ ഓഫ് പീപ്പിൾ കൂടുമ്പോൾ, നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടുമ്പോൾ പണി തീർക്കാൻ ആവശ്യമായിട്ടുള്ള ടൈം കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നെക്സ്റ്റ് വൺ നോക്കുക, ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ വെഹിക്കിൾ ഡിപെൻഡ്സ് ഓൺ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഫോർ എ ഫിക്സഡ് ടൈം. ഓക്കെ, സ്പീഡും ഡിസ്റ്റൻസ് കവേർഡും. സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡിസ്റ്റൻസ് കൂടും. ഒരു ഫിക്സഡ് ടൈം, ഇപ്പോൾ ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് വണ്ടി ഓടിക്കാൻ തരികയാണ്. നിങ്ങൾ ഓടിച്ചാൽ അകത്ത് പോകും. അതല്ല, ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട് 5 മിനിറ്റ് വണ്ടി ഓടിക്കാൻ തന്നു. അവന്റെ പുതിയ ബൈക്ക് 5 മിനിറ്റ് ഓടിക്കാൻ തന്നു. ഞാൻ അതിന്റെ സ്പീഡ് എത്ര കൂട്ടുന്നോ അത്രയും ഡിസ്റ്റൻസ് ഞാൻ കൂടുതൽ പോകും അല്ലെ. 5 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ഞാൻ 20 കിലോമീറ്ററിലാണ് പോകുന്നതെന്ന് വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ കുറച്ച് ദൂരെ എത്തുള്ളൂ. 20 കിലോമീറ്റർ പെർ അവറിലാണ് പോകുന്നതെന്ന് വെച്ചാൽ സ്പീഡ്. എന്നാൽ ഞാൻ 50 കിലോമീറ്റർ പെർ അവർ പോയാലോ കുറെ ദൂരം പോവാം. അപ്പൊ സ്പീഡ് കൂടുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് കൂടും. സോ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നെക്സ്റ്റ് വൺ, ദ ടൈം ടേക്കൺ ടു ഫിൽ എ ടാങ്ക് ഡിപെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ. വാട്ടർ ഫ്ലോന്റെ റേറ്റ് കൂടുമ്പോൾ ടാങ്ക് ഫിൽ ചെയ്യാൻ എടുക്കുന്ന സമയം ടൈം, ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ വീട്ടിലൊക്കെ മോട്ടോർ ഭയങ്കര പഴയ മോട്ടോർ ആയാൽ, ഭയങ്കര പഴയതായി കഴിഞ്ഞാൽ ടാങ്ക് ഫിൽ ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും. ഈ മോട്ടോർ പഴയതാകുമ്പോൾ എന്തുകൊണ്ടാണ് ടാങ്ക് ഫിൽ ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നത്? അത് ഇത്രയേ ഉള്ളൂ. മോട്ടോർ പഴയതാകുമ്പോൾ മോട്ടറിന്റെ പവറൊക്കെ കുറയും, എനർജി ലോസ് ഉണ്ടാവും. അതപ്പോൾ എന്താ, വാട്ടർ
അത്ര ശക്തിയിലെത്തൂല, മെല്ലിയ വാട്ടർ എത്തുള്ളൂ. റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ കുറയും. റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ കുറയുമ്പോൾ വാട്ടർ കുറേ സമയം എടുക്കും നിറയാൻ, അതായത് ടൈം ടേക്കൺ കൂടും അല്ലേ. അന്നപ്പോ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ കുറയുമ്പോൾ ടൈം കൂടുക, ഒന്ന് കുറയുമ്പോൾ ഒന്ന് മറ്റത് കൂടുക. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ വെള്ളം പെട്ടെന്ന് വരികയാണ്, കൂടുതൽ വെള്ളം വരികയാണ്, അതായത് റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ കൂടുമ്പോൾ പെട്ടെന്ന് ടാങ്ക് നിറയും. പെട്ടെന്ന് ടാങ്ക് നിറയാന്ന് പറഞ്ഞാൽ ടൈം കുറയും, ടാങ്ക് നിറയാനുള്ള ടൈം കുറയും. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് നോട്ട് ബുക്സ് യു ക്യാൻ ബൈ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈസ് ഫോർ എ ഫിക്സഡ് ബഡ്ജറ്റ്. ഒരു ഫിക്സഡ് ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് എത്തി, 9th CBSE എത്തി, നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ കയ്യിൽ 1000 രൂപ തന്നു. 1000 രൂപ തന്നിട്ട് പറയാണ്, മോനെ എന്റെ കയ്യിൽ 1000 രൂപയുള്ളൂ, നിനക്ക് വേണ്ട നോട്ട്ബുക്ക് നീ ഈ പൈസയ്ക്ക് വാങ്ങിക്കൊള്ളണം എന്ന് പറയാണ്. അപ്പൊ നീ എന്താ ചെയ്യുക? നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് കുറേ നോട്ട്ബുക്ക് വേണം, നിങ്ങൾക്ക് ഒരു 20 നോട്ട്ബുക്ക് വേണം. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പൈസേന്റെ നോട്ട്ബുക്ക് എടുക്കും അല്ലെ? ഏറ്റവും കുറഞ്ഞ പൈസേന്റെ നോട്ട്ബുക്ക് എടുക്കും അല്ലേ? അപ്പൊ ഏറ്റവും കുറഞ്ഞ പൈസേന്റെ നോട്ട്ബുക്ക് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ നോട്ട്ബുക്ക് വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ 500 രൂപയുടെ 2 ഡയറിയാണ് പോയി വാങ്ങിയത്. 500 രൂപയുടെ ഡയറി പോയി വാങ്ങി, നിങ്ങൾക്ക് എത്ര വാങ്ങാം? 1000 രൂപയ്ക്ക്. നിങ്ങൾ അതിൽ ആകെ 1000 രൂപയുടെ നോട്ടേ ഉള്ളൂ. 1000 രൂപയെ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഒരു നോട്ട് 1000 രൂപ അതല്ല, 1000 രൂപയെ നിങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങൾ 500 രൂപയുടെ 2 ഡയറിയാണ് വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് 2 ബുക്കേ കിട്ടിയുള്ളൂ. എന്നാൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ 50 രൂപയുടെ ബുക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് എത്ര വാങ്ങാം? 1000 ഡിവൈഡഡ് ബൈ 50. അത്രയും ബുക്ക് വാങ്ങാൻ പറ്റും. എത്രയാണോ കിട്ടുന്നത് അത്രയും ബുക്ക് വാങ്ങാൻ പറ്റും അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ നോക്കുക? നമ്പർ ഓഫ് നോട്ട്ബുക്സ്. നിങ്ങൾക്ക് കുറെ നോട്ട്ബുക്ക് വേണം. അപ്പൊ എന്താ ചെയ്യുക? ഒരു നോട്ട്ബുക്കിന്റെ പ്രൈസ് ചെറിയ പ്രൈസിലേ വാങ്ങണം. അപ്പൊ നോട്ട്ബുക്കിന്റെ പ്രൈസ് കുറയുമ്പോൾ നമ്പർ ഓഫ് നോട്ട്ബുക്സ് കൂടും. ഓക്കെ, ഇനി നോട്ട്ബുക്സിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്പർ ഓഫ് നോട്ട്ബുക്ക് കുറയുമ്പോൾ 500 രൂപ നോട്ട്ബുക്കിന്റെ പ്രൈസ് കൂടി. 500 രൂപയാണെങ്കിൽ നമ്പർ ഓഫ് നോട്ട്ബുക്സ് 2 കിട്ടുള്ളൂ. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ നമ്പർ ഓഫ് നോട്ട്ബുക്സ് കുറയുക ചെയ്യുന്നത്. അപ്പൊ എന്താണത്? അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഓക്കെ, കോണ്ടെക്സ്റ്റ് നോക്കണം. ഇപ്പൊ പ്രൈസും നമ്പറും സെയിം ആണ്. പ്രൈസും നമ്പറും വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഇൻവേഴ്സ് ആണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെന്നല്ല. അത് ഫിക്സഡ് ബഡ്ജറ്റ് ആകുമ്പോൾ ഇൻവേഴ്സ് ആണ്. അങ്ങനെ നോക്കണം, സിറ്റുവേഷൻ ആലോചിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടിക്കലി ആലോചിച്ച് നോക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിനെയും ക്ലാസിഫൈ ചെയ്യാനാണ്. ഫസ്റ്റ് വൺ, സ്പീഡ് ഓഫ് ദ കറന്റ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ ജേർണി. ഓക്കെ, 100 കിലോമീറ്റർ ആണ് കാർ കവർ ചെയ്യുന്നത്. സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും അല്ലെ? സ്പീഡ് കൂടുമ്പോൾ പെട്ടെന്ന് എത്തും. സ്പീഡ് കൂട്ടിപ്പോയാൽ പെട്ടെന്ന് എത്തും, അഥവാ ടൈം കുറയുക ചെയ്യാം. അപ്പൊ അതെന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സെക്കൻഡ് വൺ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ബനാനാസ് ആൻഡ് വെയിറ്റ് ഓഫ് ബനാനാസ് പർച്ചേസ്ഡ്. പഴത്തിന്റെ വെയിറ്റ് കൂടുമ്പോൾ പൈസ കൂടും, അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് പീപ്പിൾ ഷെയറിംഗ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ആൻഡ് ഷെയർ ഈച്ച് പേഴ്സൺ റിസീവ്സ്. നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, കുറെ വില്ലന്മാർ കൂടിയിട്ട് ഒരു ബാങ്ക് കൊള്ളയടിക്കും. എന്നിട്ടോ കുറെ പൈസ കിട്ടും, കുറെ പൈസ ഇങ്ങനെ മുന്നിൽ വരും. അന്നപ്പോൾ അതിലെ മെയിൻ വില്ലൻ എന്ത് ചെയ്യും? ഒരു തോക്കങ്ങനെ നൈസൈഡ് എടുത്തിട്ട് അപ്പിഷ്ക്യൂ എപ്പോഴുള്ള കുറച്ചെണ്ണത്തിലേക്ക് ചാമ്പിക്കളയും. അതിനാ? അതായത് ഇവിടെയുള്ള മൊത്തം പൈസ ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തെടുക്കാനുള്ളതാ അല്ലെ? അന്നപ്പോ എനിക്ക് കുറച്ച് മാത്രമല്ലേ കിട്ടുള്ളൂ, എന്നാൽ ഇവരൊക്കെ പോയാലോ എനിക്ക് കൂടുതൽ കിട്ടും അല്ലെ? നമ്പർ ഓഫ് പീപ്പിൾ കുറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഷെയർ കൂടും അല്ലെ? അതുകൊണ്ടല്ലേ അവർ ചാമ്പിക്കളയുന്നത്? യെസ്. അപ്പൊ നമ്പർ ഓഫ് പീപ്പിള് നമ്പർ ഓഫ് പീപ്പിള് കുറയുമ്പോൾ ഷെയർ ഈച്ച് പേഴ്സൺ റിസീവ്സ്. ഒരാൾക്ക് കിട്ടുന്ന പൈസ കൂടും. ദാറ്റ് ഈസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കാർ ട്രാവൽസ് at a constant speed if the travel time changes distance covered will. ട്രാവൽ ടൈമും ഡിസ്റ്റൻസും ടൈം കൂടുമ്പോൾ സ്പീഡ് മാറുന്നില്ല, സ്പീഡ് സെയിം സ്പീഡിൽ പോയി കൊടുക്കും ഒരു കാറ്. അപ്പോൾ ടൈം കൂടുമ്പോൾ എന്താവും? എത്ര ഡിസ്റ്റൻസ് പോകും? ഇപ്പം അരമണിക്കൂറിൽ 30 കിലോമീറ്റർ പോകുന്ന വെച്ചാൽ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ പോകും. അപ്പോൾ ടൈം കൂടുമ്പോൾ ഡിസ്റ്റൻസ് കൂടുക ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നെക്സ്റ്റ് വൺ, ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ചേഞ്ചസ് വൈൽ ഇറ്റ്സ് ഏരിയ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് ഏരിയ കോൺസ്റ്റന്റ് ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും എന്തായിരിക്കും? ലെങ്ത് കൂടുമ്പോൾ ബ്രെഡ്ത്ത് കുറയണം അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഏരിയ ഒരു റെക്ടാംഗിൾ ഉണ്ട്, അതിന്റെ ഏരിയ 20 ആണെന്ന് വിചാരിക്കാം. ഏരിയ 20. ഓക്കെ, ആദ്യം ലെങ്ത് 20യും ബ്രെഡ്ത്ത് 1 ആയിരുന്നു. ഓക്കെ, ഈ ഏരിയ കോൺസ്റ്റന്റ് ആണ്. എന്ത് വന്നാലും ഏരിയ മാറാൻ പാടില്ല. അപ്പൊ പിന്നെന്താ? ഇപ്പൊ ഞാൻ ലെങ്ത് കുറച്ചു, ലെങ്ത് ഞാനൊരു 10 ആക്കി. അപ്പൊ ബ്രെഡ്ത്ത് എത്ര വേണം? ഏരിയ 20 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര വേണം? 2 വേണ്ടേ അല്ലേ? നോക്ക്, 2 × 10 20. ഇനി ഞാന് ലെങ്ത് ഞാൻ 5 ആക്കി കുറച്ചു. അപ്പൊ ബ്രെഡ്ത്ത് എത്ര വേണം? 4 വേണം അല്ലെ? 4 5 20 അല്ലെ? നിങ്ങൾ നോക്ക്, ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു പോകുന്നു.
ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. അപ്പൊ ബ്രെഡ്ത്ത് എന്താവുക ചെയ്യുന്നത്? കൂടി പോകുന്നു. അപ്പൊ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്നു, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ അല്ലെ? നെക്സ്റ്റ് വൺ നോക്കുക. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഫുഡ് റിക്വയർഡ് ഫോർ ഗ്രൂപ്പ് വിൽ. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പ്, ഇപ്പം ഈ ഒരു റൂമിൽ കുറച്ച് കുട്ടികളുണ്ട്, നമ്മളൊക്കെ ഈ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇവിടെ കുറച്ച് ഫുഡ് ഉണ്ട്, ഇവിടെ കുറച്ച് ഫുഡ് ഓൾറെഡി ഉണ്ട്. ആ സമയത്താണ് പുറത്തുനിന്ന് കുറച്ച് പിള്ളേർ എക്സ്ട്രാ വരുന്നത്. അതിപ്പോൾ എന്താവണം? ഫുഡ് തികയോ? ഇല്ല. അപ്പോൾ എക്സ്ട്രാ ഫുഡ് വേണ്ടേ? അപ്പോൾ പുറത്തുനിന്ന് എക്സ്ട്രാ ആൾക്കാർ വരുമ്പോൾ കൂടുതൽ ഫുഡ് വേണം. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഫുഡ് കൂടണം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ദ ടോട്ടൽ number of students in a group increases amount of food required for. Okay, ready. The total cost of pencils depends upon number of pencil bought. Number of pencil കൂടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഉണ്ടാവും, കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. കാണുന്നു. നെക്സ്റ്റ് വൺ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റൻ ആണ്. താഴെ കൊടുത്തുള്ള ഇതിൽ ഏതൊക്കെയാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ എ ജോബ് ആൻഡ് ടൈം ടു കംപ്ലീറ്റ് ദ ജോബ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ് അല്ലെ? നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടുമ്പോൾ വർക്കേഴ്സിന്റെ എണ്ണം കൂട്ടിയാൽ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും, ടൈം കുറയ്ക്കാൻ പറ്റും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സെക്കൻഡ് വൺ. ദ ടൈം ടേക്കൺ ഫോർ എ ജേർണി ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിഫോം സ്പീഡ്. ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുക ചെയ്യുക. അപ്പൊ അത് ഇൻവേഴ്സ് അല്ല, അത് ഡയറക്ട്ലി ആണ്. അപ്പൊ ഇത് ഇൻവേഴ്സ് അല്ല, തെറ്റിച്ചു. നെക്സ്റ്റ് വൺ. ഏരിയ ഓഫ് കൾട്ടിവേറ്റഡ് ലാൻഡ് ആൻഡ് ക്രോപ്പ് ഹാർവെസ്റ്റഡ്. കൾട്ടിവേറ്റഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത സ്ഥലത്തിന്റെ ഏരിയ, ആൻഡ് ക്രോപ്പ് ഹാർവെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ സാധനം, നമുക്ക് കിട്ടിയ വിള ക്രോപ്പില്ല, നമുക്ക് കിട്ടിയ ക്രോപ്പിന്റെ എണ്ണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തുള്ള കുറച്ച് സ്ഥലത്ത് മാത്രമാണ് വാഴ വെച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വാഴ വെച്ചാൽ 3 കൊലയെ കിട്ടുള്ളൂ അല്ലെ? എന്നാൽ നിങ്ങളുടെ വീടിന്റെ ബാക്കിലോട്ടുള്ള പറമ്പ് ഫുള്ള് നിങ്ങൾ വാഴ വെച്ചു, അത്രയും ഏരിയ നിങ്ങൾ കൂട്ടി കൃഷി ചെയ്തു. അതിപ്പോ എന്താ? ഒരു 10-50 വാഴക്കൊല നിങ്ങൾക്ക് കിട്ടും അല്ലേ? അതിപ്പോ നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഏരിയ കൂടുമ്പോൾ എന്താവും? നമുക്ക് കിട്ടുന്ന വാഴക്കൊലന്റെ എണ്ണം കൂടും, നമുക്ക് കിട്ടുന്ന ക്രോപ്പിന്റെ എണ്ണം കൂടും അല്ലെ? അതെന്താ? അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ ഇൻഡയറക്ട് നമ്മുടെ ചോദിച്ചാൽ ഏതൊക്കെയാണ് ഇൻവേഴ്സ്? അപ്പൊ ഇത് ഇൻവേഴ്സ് അല്ല, അത് ഇൻവേഴ്സ് അല്ല. നെക്സ്റ്റ് വൺ നോക്കുക. ദ ടൈം ടേക്കൺ ഫോർ എ ഫിക്സഡ് ജേർണി ആൻഡ് സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ. ഒരു ഫിക്സഡ് ജേർണിയാണ്, അതിന്റെ ടൈമും സ്പീഡും നമ്മളെ ബന്ധാണ്. ടൈം സ്പീഡ് കൂടുമ്പോൾ പെട്ടെന്ന് എത്തും, സ്പീഡ് കൂട്ടിയാൽ പെട്ടെന്ന് എത്തും, അഥവാ സ്പീഡ് കൂടിയാൽ ടൈം കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പെട്ടെന്ന് എത്തുക മീൻസ് ടൈം കുറയാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ആൻഡ് ഏരിയ ഓഫ് ലാൻഡ് പെർ പേഴ്സൺ. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഇത്രയും സ്ഥലമുള്ളതെന്ന് വിചാരിക്കുക, ഇത്രയും സ്ഥലമുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഈ സ്ഥലത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? സ്ഥലത്തിനൊന്നും ചേഞ്ചും ഇല്ല. ഓക്കെ, ഈ രാജ്യത്ത് ഇതൊരു രാജ്യമാണ്. ഓക്കെ, ഈ രാജ്യത്ത് 2 പേര് മാത്രമായപ്പോൾ ഒരാൾക്ക് എത്ര പേഴ്സൺ ലാൻഡ് പെർ പേഴ്സൺ എന്നാണെന്ന് അറിയോ? ഏരിയ ഓഫ് ലാൻഡ് പെർ പേഴ്സൺ. ഒരാൾക്ക് വരുന്ന ഭൂമി, ഒരാൾക്ക് ഉണ്ടാവുന്ന ഭൂമി. ഓക്കെ, ഇതൊരു രാജ്യമാണ്. ഈ രാജ്യത്ത് 2 ആൾക്കാരുള്ള വെച്ചാൽ ഒരാൾക്ക് എത്ര ഇതുണ്ടാവും? ഇയാൾക്ക് ഇത്രയും ഭൂമി ഉണ്ടാവും, മറ്റേ ആൾക്ക് ഇത്രയും ഭൂമി ഉണ്ടാവും. ഓക്കെ, അതിന് പകരം ഇവിടെ ഒരു 4 ആൾക്കാരായി. 4 ആൾക്കാരായാൽ എത്രയുണ്ടാവും ഒരാൾക്ക്? 4 ആൾക്കാരായ ഒരാൾക്ക് എത്ര ഏരിയ ഉണ്ടാവും? 4 ആൾക്കാരുണ്ടെങ്കിൽ ഇത്രയും ഏരിയ ആണ് ഒരാൾക്ക് ഉണ്ടാവുക. ഇത് ഒരാൾ ഏരിയ ആണ് അല്ലേ? അങ്ങനെ 4 ആൾക്കാർക്ക് ഏരിയ. ഇനി അതിന് പകരം ഒരു 8 ആൾക്കാരായാലോ? അല്ല, ഓക്കെ 6 ആൾക്കാരായാലോ? 6 ആൾക്കാരായാലും ഇത്ര ഏരിയ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ നമുക്കുള്ള ഏരിയ കുറയുന്നു അല്ലെ? അപ്പൊ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ഏരിയ ഓഫ് ലാൻഡ് പെർ പേഴ്സൺ കുറയാണ് ചെയ്യുക. ദാറ്റ് ഇസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അപ്പൊ അത് ഇൻവേഴ്സ് ആണ്. ഇത് 2 ഇൻവേഴ്സ് ആണ്. കഴിഞ്ഞു. സോ ഇതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷനും ഡയറക്റ്റ് പ്രൊപ്പോർഷനും. സെറ്റ് ആണല്ലോ? അപ്പൊ ഇൻവേഴ്സ് പ്രൊപ്പോർഷനും ഡയറക്റ്റ് പ്രൊപ്പോർഷനും എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഇൻവേഴ്സ് ആണോ ഡയറക്റ്റ് ആണോ എന്ന് മനസ്സിലാവാതെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണോ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ എന്നാണ്. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ? അത് മതി, അത്രയേ ഉള്ളൂ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.